വലിച്ചു നീട്ടലുകളില്ല, വാചകമടിയില്ല. ലെറ്റ്സ് കുക്ക് ഫാസ്റ്റ്ലി. ജോയിൻ വിത്ത് us. ദിസ് ഈസ് കുക്ക് ആൻഡ് ജോയ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എന്നാൽ അടിപൊളി ടേസ്റ്റിലൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷ് വേണം. ഞങ്ങളിവിടെ സിൽവർ ആവോലിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചില്ലി പൗഡർ വേണം, ടർമറിക് പൗഡർ വേണം, സോൾട്ട് വേണം. ഇതൊക്കെ നമ്മുടെ പാകത്തിന് എടുക്കുക. പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഫെനൽ സീഡ്സ്, കറി ലീവ്സ്, പെപ്പർ പൗഡർ, സൺഫ്ലവർ ഓയിൽ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു യാത്രയുണ്ട്. നമ്മളീ പോകുന്നതേ മീൻ പിടിക്കാനാണ്. മീൻ പിടിക്കുന്നത് തൊട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഈ യാത്ര ഒരു ക്വാറിയിലേക്കാണ്. ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി ക്വാറിയിൽ നിന്നാണ് നമ്മൾ സിൽവർ ആവോലി മീനിനെ പിടിക്കുന്നത്. അതെ, ആ കാണുന്ന ചേട്ടന്മാരാണ് നമുക്ക് മീൻ പിടിച്ചു തരുന്നത്. പിടിച്ചു 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 മീൻ പിടിച്ചു. നല്ല പെടയ്ക്കുന്ന സിൽവർ ആവോലിയാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അടിപൊളി പടയ്ക്കുന്ന കണ്ടില്ല. ഇനി ഇവനെയാണ് നമ്മൾ ശരിപ്പെടുത്തി എടുക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ ഇതങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം. ഇവനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ആവശ്യമില്ലാത്ത പാർട്സൊക്കെ വെട്ടിക്കളഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വലിയ മീനായതുകൊണ്ട് മസാലയൊക്കെ പിടിക്കാൻ നന്നായിട്ടൊന്ന് വരയുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, കറിവേപ്പില. ഇതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലൊരു മസാലയാക്കി നമ്മുടെ മീനിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഇനി ഇവനെ നമുക്ക് അടുപ്പൊക്കെ കൂട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഫിഷിൽ. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച് നമ്മുടെ ആവോലി കൂട്ടുന്നതിലേക്ക് അങ്ങോട്ട് ഇട്ടു. അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടുക. വളരെയധികം ടേസ്റ്റുള്ളൊരു മസാലയാണത്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ബാക്കിയുള്ള ഒരു മീനും കൂടി പൊരിച്ചെടുക്കാം. ദേ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ രാത്രിയായി തുടങ്ങിയപ്പോൾ ഞങ്ങളത് എത്രയും പെട്ടെന്ന് തീർക്കട്ടെ. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.